യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. ഹെഡ് മാസ്റ്റർ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ആളാണ് കിമാനി മറൂഗെ. കെനിയൻകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്. ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ. ആൻഡ് ഈസ് ജസ്റ്റ് 84 years old. 84ാമത്തെ വയസ്സിലാണ് ഇയാൾ 1ാം ക്ലാസ്സിൽ പോയി ചേരുന്നത്. കുഞ്ഞുനാളിൽ പഠിക്കാൻ പറ്റിയില്ല. ഒന്ന് വീട്ടിലെ ദാരിദ്ര്യമായിരുന്നു, പിന്നെ ഫീസ് കൊടുക്കാനുണ്ടായിരുന്നില്ല, ഹൈലി പെയ്ഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പോയില്ല. പിന്നീട് ഇദ്ദേഹത്തിന് 84 വയസ്സെത്തിയപ്പോഴാണ് ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാണ്. അങ്ങനെ 84 വയസ്സുള്ള കിമാനി മറൂഗെ 1ാം ക്ലാസ്സിൽ പോയി കയറും. ആദ്യം അവിടുത്തെ ടീച്ചേഴ്സ് ഒന്നും കയറ്റിയൊന്നുമില്ല. പക്ഷെ അതിൽ ജെയിൻ എന്ന് പറഞ്ഞ അവിടുത്തെ HM ഉണ്ടല്ലോ, ഹെഡ് മിസ്ട്രസ്, അവർക്ക് ഇയാളുടെ ആഗ്രഹം കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയിട്ട് അയാൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിലെ കുട്ടികളുടെ പാരൻസ് ഉടക്കി, അവർ വഴക്കിട്ട്, അവർ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളെ കൂടി ഈ വയസ്സായിട്ടുള്ള മനുഷ്യന് ഇരുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഈ ജെയിൻ ടീച്ചർ ബുദ്ധി ഉപയോഗിച്ചു. ജെയിൻ ടീച്ചർ പറഞ്ഞു അത് സ്റ്റുഡൻ്റ് അല്ല, അത് എൻ്റെ ടീച്ചിങ് അസിസ്റ്റൻ്റാണ്, എന്നെ സഹായിക്കാൻ വേണ്ടി എടുത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയാളും ക്ലാസ്സിലെടുത്തി ജെയിൻ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടാകാൻ തുടങ്ങി. എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് വന്ന് പറഞ്ഞു ഇത്തരം പ്രായമുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജെയിൻ ടീച്ചർ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് തന്നിട്ടുള്ള അനുസരിച്ചിട്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ, അവിടെ പ്രായം പറഞ്ഞിട്ടില്ല, ജെൻഡർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരൊരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അടിച്ചു കൊടുത്തു ജെയിൻ ടീച്ചറിന്. അങ്ങനെ ജെയിൻ ടീച്ചർ ആ സ്കൂളിൽ നിന്ന് മാറി വേറൊരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ കിമാനി മറൂഗെ, ഈ 84 old മാൻ വന്നിട്ട് ജെയിൻ ടീച്ചർ പറയും, ടീച്ചറെ ഞാനിനി പഠിക്കുന്നില്ല, ഞാൻ കാരണമല്ല ടീച്ചറോട് ട്രാൻസ്ഫർ അടിക്കുന്നത്, ഞാനിനി പഠിക്കുന്നത്, ഞാൻ പഠിത്തം നിർത്തി. അപ്പോൾ ജെയിൻ ടീച്ചർ വളരെ യങ്ങാണ്. ജെയിൻ ടീച്ചർ പറയും, നോക്കണേ എൻ്റെ അപ്പന് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു പോർ ഫിഷർമാൻ ആണ്. പക്ഷെ എപ്പോഴും ഞങ്ങൾ കുട്ടികളോട് അദ്ദേഹം പറയണത് എന്താണെന്നറിയാമോ, ലേണിംഗ് നെവർ എൻഡ്സ് അണ്ടിൽ യു ഹാവ് സോയിൽ ഇൻ യുവർ ഇയേഴ്സ്. നമ്മുടെ ചെവിയിൽ മണ്ണുള്ളിടത്തോളം കാലം ഒരിക്കലും ലേണിംഗ്, പഠനം അവസാനിക്കുന്നില്ല. ചെവിയിൽ മണ്ണ് കരുതണമെന്ന് പറയാം. മണ്ണിൽ വിത്തിട്ട് മുളച്ചു പൊങ്ങൂല്ലേ, ഇതുപോലെ നമ്മുടെ ചെവിയിൽ നമ്മൾ മണ്ണ് കരുതുമ്പോൾ, മണ്ണെന്ന് പറയുന്നത് നിങ്ങൾ ചെവിയിൽ മണ്ണിടരുത് കേട്ടാ, മണ്ണെന്ന് പറയുന്നത് ആഗ്രഹം, കൂടുതൽ അറിയാനും കേൾക്കാനും ഒക്കെയുള്ള ആഗ്രഹം വരുമ്പോൾ അറിവൊരു വിത്ത് പോലെ ഇങ്ങനെ പൊട്ടി വളക്കും. ഇന്നത്തെ ഗോസ്പൽ അതാണ്. ഈശോ ഒരു വിതക്കാരൻ്റെ ഉപമയാണ് പറയുന്നത്. വിതക്കാരൻ ഇങ്ങനെ വിതക്കാൻ പോയി. വിതക്കാരൻ വിതച്ചത് എന്താ? വചനമാണ് വിതച്ചത്. വിതച്ചു പോയപ്പോഴേക്കും 4 ടൈപ്പ് നിലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് വഴിയരികാണ്. വഴിയരികിൻ്റെ പ്രത്യേകത അറിയാം, നടന്നിട്ട് ഇങ്ങനെ മേൽക്കട്ടി ഉള്ളതുകൊണ്ട് വിത്തിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം മണ്ണിൻ്റെ മുകളിൽ തന്നെ വിത്ത് കിടന്നപ്പോൾ പറവുകളൊന്ന് കൊത്തി തിന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് വീണ്, അധികം മണ്ണൊന്നും ഇല്ലല്ലോ, മുളച്ച് പൊങ്ങി. പക്ഷേ സൂര്യൻ ഉദിച്ച് പൊങ്ങിയപ്പോഴേക്കും അത് വെയിലേറ്റ് വാടി, വേരില്ലല്ലോ, വെയിലേറ്റ് വാടിപ്പോയി. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മുൾച്ചെടികൾക്കിടയിലാണ് വീണേ. മുൾച്ചെടികൾ ഇങ്ങനെ വളർന്നതിന് ഞെരുക്കി കളഞ്ഞു, അപ്പോൾ വചനത്തിന് വളരാൻ പറ്റിയില്ല. 4ാമത്തെ നിലമാണ് സൂപ്പർ നിലം. അത് നല്ല നിലമായിരുന്നു. അവിടെ വീണ വിത്ത് 30, 60, 100 മേനിയും ഹാർവസ്റ്റ് കൊടുത്തു. ഈശോയുടെ പാരബിൾ അതാണ്. നമ്മളുടെ വിത്തിന് കുഴപ്പമൊന്നുമില്ല, കാരണം വിത്ത് ദൈവമാണ്, വിത്ത് ദൈവമാണ് ഇടുന്നത്. ആർക്കാ കുഴപ്പം? സ്വീകരിക്കുന്ന മണ്ണാണ് കുഴപ്പം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാമോ, നമ്മുടെ ഉള്ളിലുള്ള മണ്ണ് എന്താണ്? നമ്മുടെ ഉള്ളിലെല്ലാം സ്വീകരിക്കാൻ പറ്റുന്ന മണ്ണാണ്. തുറവിയോടെ കാണുന്ന, തുറവിയോടെ കേൾക്കുന്ന, ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിക്കുന്ന നല്ല മണ്ണ് നമ്മുടെ ലൈഫിലുണ്ടോ? ഇപ്പോൾ ദൈവവചനം നിങ്ങൾ വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവവചനം വായിക്കണം, ബൈബിൾ വായിക്കണം. ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ, ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റൊക്കെ ഉണ്ടല്ലോ, ബൈബിളിലെ വചനങ്ങൾ കാണാപ്പാട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പഠിക്കണം, ഒരു വചനം കാണാപ്പാടാക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ചില കുട്ടികൾ ഭയങ്കര ശുഷ്കാന്തിയോടുകൂടി എനർജറ്റിക്കായിട്ടൊക്കെ പഠിക്കും. അപ്പോൾ ചില കുട്ടികൾ പറയും, അയ്യോ ദേ പോണ ഒരു വിശുദ്ധൻ, ദേ പോണ വചനം വായിക്കുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നതാണ് ഞെരുക്കങ്ങൾ എന്ന് പറയുന്നത്. വചനത്തെ പ്രതി നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാവുന്ന ഈശോ ഇന്നത്തെ ഗോസ്പലിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മുടെ ഈ പ്രായത്തിൽ പീഡനം എന്ന് പറഞ്ഞാൽ എന്താ? കളിയാക്കും, ആൾക്കാർ നമ്മൾ ബുള്ളി ചെയ്യും, അയ്യേ വിശുദ്ധൻ എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മൾ ഉടനെ തന്നെ വചനം വിട്ട് ഓടിക്കളയരുത്. യു ഹാവ് ടു ബി വെരി സ്ട്രോങ്. എൻ്റെ മുന്നിലൊരു പേപ്പർ ഉണ്ട്, സാധാരണ പേപ്പറാണ്. ഈ പേപ്പർ ഇങ്ങനെ നേരെ നിർത്താൻ പറ്റുമോ? ഈ പേപ്പർ ഇങ്ങനെ നേരെ നിർത്താൻ പറ്റില്ല, ഇതിങ്ങനെ മടങ്ങി വീണു പോകും, പേപ്പർ വീണു പോകും. പക്ഷെ നിങ്ങൾ നോക്കിയേ,
ഞാനിതിങ്ങനെ ചുരുട്ടിക്കൂട്ടി. ഓക്കെ, ഞാനിങ്ങനെ ചുരുട്ടിക്കൂട്ടി എന്നിട്ട് ഞാനിത് നിവർത്താണേ. ചുരുട്ടിക്കൂട്ടി പേപ്പർ ഞാൻ നിവർത്തി. ഓക്കെ, ഇനി നോക്കേ, പേപ്പർ നേരെ നിൽക്കുന്നു. വൈ? ഇതിനെ ചുരുട്ടിക്കൂട്ടി ഇതിനെ ഞെരുക്കിക്കളഞ്ഞപ്പോൾ ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് സ്റ്റിൽ. ഇത് വീഴത്തില്ല. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഞെരുക്കങ്ങൾ ഉണ്ടാവും. നമ്മളിങ്ങനെ ചുരുട്ടിക്കൂട്ടും, നമ്മളിങ്ങനെ പീഡിപ്പിക്കും, വിഷമിക്കും, ബുള്ളി ചെയ്യും. അപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തോ, അങ്ങനെ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, അങ്ങനെ നമ്മൾ ചുരുട്ടിക്കൂട്ടുമ്പോൾ വി ക്യാൻ സ്റ്റാൻഡ് സ്ട്രോങ്, വി ക്യാൻ സ്റ്റാൻഡ് സ്റ്റിൽ. താഴെ വീഴത്തില്ല, നമ്മൾ ബലത്തോടെ നിൽക്കാൻ പറ്റും. അവിടെ മക്കളെ, നല്ല സോയിൽ ഉണ്ടാവട്ടെ. ആ സോയിൽ നമ്മുടെ ചെവിയിൽ, നമ്മുടെ കണ്ണിലൊക്കെ നിറയണം. എന്തിനാണെന്നറിയാമോ? വചനം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുളച്ചു പൊങ്ങി വലിയ മരങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി സൺഡേ.